വളരെ സന്തുഷ്ടി പൂണ്ടതും ധനധാന്യങ്ങൾ നിറഞ്ഞതും സമൃദ്ധവുമായിരുന്നു കോസലം. കോസലത്തിലെ വളരെ പ്രസിദ്ധമായ ഒരു പട്ടണമാണ് അയോധ്യ. അവിടം ഭരിച്ചിരുന്നത് ദശരഥ മഹാരാജാവും. എല്ലാം തികഞ്ഞ പ്രജാപരിപാലനമായിരുന്നു അദ്ദേഹം നടത്തിക്കൊണ്ടു വന്നിരുന്നത്. പക്ഷേ അദ്ദേഹത്തിന് ഒരു ദുഃഖം എപ്പോഴും അലട്ടിയിരുന്നു, അദ്ദേഹത്തിന് പുത്രനില്ല എന്ന ദുഃഖം. ഇതിനുവേണ്ടി അദ്ദേഹം അശ്വമേധയാഗം നടത്താൻ തീരുമാനിച്ചു. പുത്രകാര്യാർത്ഥമായി അശ്വമേധയാഗം നടത്താൻ തീരുമാനിച്ചതിൽ മുഖ്യ കാർമ്മികനായി എത്തിയത് ഋഷ്യശൃംഗനാണ്. ഋഷ്യശൃംഗ മഹർഷി അദ്ദേഹത്തിന് വേണ്ട വിധമെല്ലാം അശ്വമേധയാഗം നടത്തി കൊടുക്കുകയും അത് പൂർണ്ണമായി അദ്ദേഹം പോകാൻ ഒരുങ്ങുമ്പോഴാണ് തനിക്ക് പുത്രന്മാർ ജനിക്കണം എന്ന് ആശീർവദിക്കണമെന്ന് ദശരഥ മഹാരാജാവ് ഋഷ്യശൃംഗനോട് ആവശ്യപ്പെടുന്നത്. അപ്പോഴാണ് ഋഷ്യശൃംഗൻ പറയുന്നത്, എങ്കിൽ ഞാൻ അങ്ങയ്ക്ക് വേണ്ടി പുത്രകാമേഷ്ടിയാഗം നടത്താം. തുടർന്ന് അദ്ദേഹം പുത്രകാമേഷ്ടിയാഗം നടത്തുകയും അതിൽ നിന്നും വന്ന രൂപം കയ്യിൽ പായസ കലശവും ഏന്തി എത്തുകയും ദശരഥന്റെ കയ്യിൽ ആ കലശം കൈമാറുകയും അങ്ങയുടെ ഭാര്യമാർക്ക് ഇതിലെ പായസം വീതിച്ചു നൽകുക എന്നും പറഞ്ഞ ആ രൂപം മറയുകയാണ്. ദശരഥൻ ഈ പായസത്തിന്റെ പകുതി കൗസല്യയ്ക്കും പകുതി സുമിത്രയ്ക്കും പകുതി കൈകേയിക്കും നൽകി. ബാക്കി ഉണ്ടായിരുന്ന ഭാഗം കൂടി ഒന്നാലോചിച്ചിട്ട് സുമിത്രയ്ക്ക് നൽകുകയായിരുന്നു. തൽഫലമായി അവർ ഗർഭവതികളാകുകയും പിന്നീട് 4 പുത്രന്മാർ അയോധ്യാപതിയായ ദശരഥന് ജനിക്കുകയും ചെയ്തു. അവരാണ് ശ്രീ രാമചന്ദ്രനും ശ്രീ ലക്ഷ്മണനും ശ്രീ ഭരതശത്രുഘ്നന്മാരും.